സ്റ്റോറിയിലേക്കാണ്. പുസ്തകങ്ങൾ മതിയാകുവോളം വായിക്കാം. വായന മാത്രമല്ല, സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് സ്വന്തം പുസ്തകങ്ങളുമായി എത്തി പഠിക്കാം. അതും കാടിൻ്റെ തന്നെ അന്തരീക്ഷത്തിൽ. കണ്ടുവരാം തിരുവനന്തപുരത്തെ ഫോറസ്റ്റ് സെൻട്രൽ ലൈബ്രറിയിലെ കാഴ്ചകൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം വനം ആസ്ഥാനത്തിനകത്തുള്ള ഫോറസ്റ്റ് സെൻട്രൽ ലൈബ്രറിയിലാണ്. ഈ ലൈബ്രറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ പഴക്കമാണ്. 5-10 വർഷമല്ല, 100 വർഷത്തിൻ്റെ പഴക്കം. കൊല്ലം കേന്ദ്രമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന തിരുവിതാംകൂർ വനം വകുപ്പിന്റെ ആസ്ഥാന ഓഫീസും ലൈബ്രറിയും 1920-ലാണ് വഴുതക്കാട്ടേക്ക് മാറ്റിയത്. നിലവിൽ ലൈബ്രറി പ്രവർത്തിക്കുന്ന കെട്ടിടം അതിനും മുമ്പ് ബ്രിട്ടീഷുകാർ പണിതതാണ്. വർഷങ്ങളുടെ പഴക്കമുള്ളതിനാൽ തന്നെ ഇവിടുത്തെ എല്ലാ പുസ്തകങ്ങളും അമൂല്യ ശേഖരണങ്ങളാണ്. 1947 മുദ്രണം ചെയ്യപ്പെട്ട LA കൃഷ്ണരയ്യരുടെ ഫോറസ്റ്റ് മാനുവൽ അടക്കം ഈ ലൈബ്രറിയുടെ സമ്പത്താണ്. ഡെറാഡൂണിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരെ അപൂർവങ്ങളായ പുസ്തകങ്ങൾ തേടി ഇവിടേക്ക് ആളെത്തുന്നുണ്ട്. വനം സംബന്ധമായതും പൊതുവായതുമായ 28,000-ലധികം പുസ്തകങ്ങൾ ഉണ്ടെന്നാണ് കണക്ക്. ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ, തിരുവിതാംകൂർ, കൊച്ചി, മലബാർ മേഖലകളുടെ ഭരണ റിപ്പോർട്ടുകൾ, സെൻസസ് രേഖകൾ, അങ്ങനെ നീളുകയാണ് പുസ്തക നിര. മണിക്കൂറിന് ഭീമമായ തുക വാങ്ങുന്ന റീഡിംഗ് റൂമുകൾ തലസ്ഥാനത്ത് വർദ്ധിക്കുന്ന കാലത്തും ഫോറസ്റ്റ് ലൈബ്രറിയിലിരുന്ന് പഠിക്കുന്നതിന് പണമൊന്നും നൽകേണ്ട എന്നതാണ് മറ്റൊരു പ്രത്യേകത. രാവിലെ 10:15 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പ്രവർത്തന സമയം. ചന്ദനത്തണൽ എന്ന വായനാമുറിയും ലൈബ്രറിയുടെ അകത്തെ കാഴ്ചകളും കാടിന് സമാനമാണ്. നിറയെ മനസ്സു തണുപ്പിക്കുന്ന പച്ചപ്പ്. തുടക്കത്തിൽ ഫോറസ്റ്റ് ജീവനക്കാർക്ക് മാത്രമായിരുന്നു ലൈബ്രറിയിൽ ഇരുന്ന് വായിക്കാൻ അവസരം. കഴിഞ്ഞ വർഷം ലൈബ്രറി നവീകരിച്ചതിന് ശേഷമാണ് പൊതുജനങ്ങൾക്കും തുറന്നു കൊടുത്തത്. നേരത്തെ ഈ ലൈബ്രറിയെ കുറിച്ച് അധികം ആർക്കും അറിയില്ലായിരുന്നു. നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫിന് മാത്രമായിട്ട് ഒരു ലൈബ്രറി ആയിരുന്നു. പിന്നെ റിസർച്ച് ചെയ്യുന്നവർ വന്ന് ബുക്കുകളൊക്കെ എടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഈ ലൈബ്രറി നവീകരിച്ചതിൽ പിന്നെ നിരവധി പേര് ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് റീൽസ് കണ്ടിട്ടും കുറേ പേര് വരുന്നുണ്ട്. ഇപ്പോൾ പബ്ലിക് ലൈബ്രറിയിൽ പോയിക്കൊണ്ടിരുന്നവർ പോലും ഇപ്പോൾ ഇവിടെയാണ് വരുന്നത്. അതായത് മൊത്തം എയർ കണ്ടീഷൻഡ് ആണല്ലോ. അപ്പോൾ അവർക്ക് പൈസ ഒന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ട് ഇവിടെ നിന്ന് വായിക്കാൻ ഒരവസരം. പിന്നെ കുട്ടികളാണെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. കുട്ടികൾക്ക് പ്രത്യേകമായിട്ടൊരു സെക്ഷൻ ഉള്ളത് കൊണ്ട് അവർ ഇവിടെ വന്നാൽ അവർക്ക് പോകാൻ താല്പര്യമില്ല. വനവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളും പൊതുവിഭാഗത്തിൽപ്പെട്ട പുസ്തകങ്ങളും വെവ്വേറെ ഇടങ്ങളിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. കുട്ടികൾക്കും പ്രത്യേക ഇടമുണ്ട്. പുസ്തക വായനയ്ക്കൊപ്പം പുസ്തക ചർച്ചകളും പുസ്തക പ്രകാശനങ്ങളൊക്കെ ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. വനം വകുപ്പിൻ്റെതായതുകൊണ്ട് തന്നെ ഇവിടത്തേക്ക് കടന്നു വരുന്ന വായനക്കാർ കാണുന്ന കാഴ്ച കുറേ ചെടികളും പോത്തിൻ്റെയും മാനിൻ്റെയും ഒക്കെ രൂപങ്ങളൊക്കെയാണ്. എന്തായാലും വരുന്ന വായനക്കാർക്ക് അതൊരു പുതിയ അനുഭവമാണ്. ക്യാമറമാൻ വിപിൻ വെൺപകലിനൊപ്പം മീര മനോഹരൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.